അപ്പോൾ 2 ദിവസമായി വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഒരുപാട് പേര് ആ പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയത് അല്ലേ. അത് എന്താ പറയാ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, പറയുമ്പോണെങ്കിൽ ഒരു കടന്നൽ കുത്തിയ സംഭവമാണ്. പക്ഷേ അത് ഞങ്ങൾ സത്യം വേറെ എന്തൊക്കെയോ ആയിപ്പോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസം രാവിലെ 11 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വീഡിയോ ഇടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിൽക്കായിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ പണി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ മതില് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആളുണ്ട്. അപ്പൊ അതിന്റെ കമ്പി ചെയ്യാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ പെയിന്റ് എന്തോ സാധനം ബാക്കി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അത് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ അടുക്കള വശത്ത് പോയതാണ്. അവിടെ പോയിട്ട് എന്തോ പെയിന്റിന്റെ പാട്ട് എന്തോ വെച്ചത് ഇങ്ങനെ എടുത്തു അല്ലെ. എടുത്ത് അവിടെ നിന്ന് ഒരു കടന്നല് നമ്മുടെ കൈക്ക് ഇവിടെ ഇങ്ങനെ കുത്തി. സ്വാഭാവികമായിട്ട് നമ്മള് കടന്നല് ഇതിനു മുമ്പ് അമ്മനെ കുത്തിയിട്ടുണ്ട്. ഇവളെയും എന്നെയൊക്കെ നമ്മളോട് കടന്നല് അങ്ങനെ കുത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല കടന്നൽ കുത്തുമ്പോ ഒരു വേദന അങ്ങനെ പോകും. പക്ഷെ കടന്നല് കുത്തിയെന്നും പറഞ്ഞ് അമ്മ അടുക്കള വശത്ത് അവിടെ നിന്ന്, പിന്നെ അച്ഛനും ഞാനും ഉണ്ടായിരുന്നു അവിടെ. അമ്മ അപ്പൊ അവിടെ നിന്നിട്ട് ഇവിടെ ഈ വർക്ക് ഏരിയയിൽ വന്നിട്ട് ഇരുന്നതും ഞങ്ങൾ നോക്കിക്കാല്, ഞാനും അച്ഛനും നോക്കിക്കാല് ആ ഇരുന്നോടത്തുനിന്ന് അമ്മ അങ്ങനെ തന്നെ കുഴഞ്ഞങ്ങ് വീണ്. അപ്പൊ നിഗി ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. സന്നിധിനെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. നിഗി എന്തോ പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ഞാൻ ഓടി വന്ന് വർക്ക് ഏരിയന്ന് അമ്മനെ പിടിച്ചിട്ട് ഇവിടെ സോഫയെ കൊണ്ട് ഇവിടെ ഇരുത്തി. അപ്പൊ നിഗി ഉണ്ട് ഇവിടെ. അപ്പോഴും കടന്നൽ കുത്തിയിട്ട് എന്താ ഇങ്ങനെയാന്നാണ് ചിന്തിച്ചേ. മാറുന്നുള്ള ഇതിൽ നമ്മൾ നിക്കുന്നേ. പക്ഷെ അപ്പൊ തന്നെ അതായത് നമ്മള് ഇത് കുത്തി ഒരു 2 മിനിറ്റിനുള്ളില് ആളുടെ രൂപരേഖ മൊത്തം മാറി. മാറിന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശരിക്കും നമ്മളെന്താ പറയണ്ട, ഒരു മരണവെപ്രാളം. അതാ പറയാൻ പറ്റുക. ഒരു മരണവെപ്രാളം അല്ലെങ്കിൽ ഒരു മരണം കഴിഞ്ഞ പോലെ കുഴഞ്ഞങ്ങട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കുഴഞ്ഞു വീണിട്ട് വായെന്ന് ഇങ്ങനെ ഇതൊക്കെ ആയി. മൊത്തം എന്താ പറയണ്ട, തല എന്താണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മൊത്തം തളർന്നങ്ങ് പോയി. ഓർമ്മയുണ്ട് നമുക്ക് എന്താ പറ്റില്ല. ഞാൻ അവിടെ മുട്ടിയത് അന്ന് എനിക്ക് ഓർമ്മയില്ല. തളർന്നിട്ട് ഇവിടുന്ന് അവസാനം നമ്മളിപ്പോ കുട്ടികളാണെങ്കിൽ പോലും തളർന്നു കഴിഞ്ഞാൽ നമ്മള് പൊക്കാൻ പറ്റില്ല. അതുപോലെ തളർന്നങ്ങ് പോയിട്ട് നമുക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ അങ്ങനെ ഞാൻ അപ്പൊ തന്നെ പോയിട്ട് വണ്ടി എടുത്ത്, അപ്പൊ ഇവിടെ നമ്മുടെ രജീഷ് പണിക്കാരുണ്ടായി, അവരും പിടിച്ച് കാറിൽ കയറ്റി. ഇവളാണെങ്കിൽ വീട്ടിലിട്ട് വെക്കണ അതേ മാക്സി. അങ്ങനെ നമ്മളെല്ലാവരും അതുപോലെ തന്നെ വണ്ടി കയറി. എങ്ങനെയാണ് സത്യം പറഞ്ഞ ഫോണ് എല്ലാരും ഇവിടെ കൂട്ടക്കരച്ചിലായി. ഫോൺ കട്ടാക്കിയിട്ടില്ല. അപ്പൊ ഇവള് ഇവിടെ ഒച്ചപ്പാടും കരച്ചിലും അവള് ഫോണിൽ കൂടി അവിടെ കേൾക്കുന്നു. അവളവിടെ കരച്ചിലായി. അവിടെന്ന് അവള് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇങ്ങോട്ട് അളിയനുണ്ടായിരുന്നില്ല. അവിടെ ഓട്ടോറിക്ഷ പിടിച്ച് അവള് ആരൊക്കെയോ കൂട്ടി നാട്ടിൽ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങള് അമ്മനെ എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വണ്ടി എടുത്ത് അവിടെ എത്തിയെന്ന് എനിക്ക്, ഞാനും അച്ഛനും നികിയും അമ്മയും. അമ്മ വണ്ടിക്കകത്ത് സത്യം പറഞ്ഞ ഇടക്കിടക്ക് ഇങ്ങനെ ഇത് വരുന്നു. അവസാനം നമ്മളെ ടിവിയിലൊക്കെ ഇങ്ങനെ നമ്മള് സിനിമയൊക്കെ കാണൂലേ, അതുപോലെ അവസാനമായിട്ട് പറയണതേ ഉള്ളു, അച്ഛനെ നോക്കണേ മക്കളീന്ന് മാത്രം ഒരു വാക്കാണ് പറയുന്നത്. ഒന്നും പറയണം. അങ്ങോട്ട് പോണ സമയത്തൊക്കെ ഞങ്ങള് സത്യം പറഞ്ഞാല് ഞങ്ങള് വിചാരിച്ച് ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മനെ നഷ്ടപ്പെട്ടു. അതുപോലത്തെ അവസ്ഥ കൂടെ കടന്നുപോയത്. ഇപ്പൊ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഇത് പറഞ്ഞെന്താണെന്നറിയാം, വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് പേര് ചോദിച്ച എന്താ പറ്റിയെന്ന്. അത് കൂടാതെ തന്നെ കടന്നലെല്ലാം കുത്തുമ്പോ നമ്മള് വളരെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് വിടരുത്. ഒരസുഖമില്ലാണ്ട് വീഡിയോ എടുത്തിട്ട് നിന്ന അമ്മയാണ്. വീഡിയോ എടുക്കലും കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി കടന്നൽ കുത്തി നമ്മൾ സത്യം പറഞ്ഞ ഒരു പാമ്പ് കടിച്ച് അതിൽ കൂടുതൽ വിഷമമുള്ള പോലെയാണ് ആ കടന്നലിന്റെ. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കടന്നലിനെ കരിച്ച് ഞാൻ ആ കടന്നൽ ഇവിടെ കൊടുക്കാട്ടെ. എനിക്കറിയില്ല ആ കടന്നൽ അത്ര വിഷമുള്ളതാണ് എന്താണെന്ന് അറിയില്ല. ആ കടന്നൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കരിച്ച്. അത് ഞാൻ എടുത്ത് കൊടുക്കാം, വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് അത് പറയും കടന്നൽ വിഷമുള്ളതാണ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ കടന്നലാണ് കുത്തിയത്. ഒരു കടന്നൽ കുത്തിയായി ഒരാൾ ഇങ്ങനെ ആവാം. കടന്നൽ ഒരുപാട് കടന്നലുകളെ കുത്തിയിട്ട് ആളിങ്ങനെ സൂലാണ്ടായത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കടന്നൽ കുത്തിയിട്ട്
എന്റെ അമ്മന ജീവിതത്തില് സത്യം പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത പോലത്തെ അവസ്ഥയിലേക്ക് എത്തി അമ്മ. എങ്ങനെയോ നമ്മൾ ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചിട്ടാണെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് എത്താത്ത പോലെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ കൂട്ടക്കരച്ചിലും എന്താ പറയണ്ടേ, എങ്ങനെയൊക്കെയോ നമുക്ക് ഓർമ്മയില്ല. അവിടെ ചെന്ന് അവര് ഹോസ്പിറ്റലിലേക്ക് കയറ്റി. അങ്ങനെ കാഷ്വാലിറ്റിയില് പെട്ടെന്ന് തന്നെ അവര് ഇതെല്ലാം ഓക്സിജനെല്ലാം കൊടുത്ത് ഇഞ്ചക്ഷൻ ഫുള്ളായിട്ട് പ്രഷറും ഓക്സിജൻ ഡൗൺ ആയി, ഫുൾ BP, ഫുൾ പൾസ്, മൊത്തത്തിൽ ഇതായി. ഡോക്ടർ പറഞ്ഞൊരു 10 മിനിറ്റ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞ ഡോക്ടർ? 10 മിനിറ്റ് വൈകിച്ചെങ്കിൽ ഒന്നും ഉണ്ടായില്ല. വരുമ്പോ നിങ്ങൾ 10 മിനിറ്റ് വൈകി കിട്ടൂലായിരുന്നട്ടാ, നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഒരു ഇതായിപ്പോയായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞ എന്തോ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് നമ്മളെല്ലാരും, ഞാനും ഇവിടെ ഉണ്ടായി. അതുകൊണ്ട് വണ്ടി എടുത്ത് പോവാനും പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയിട്ട് നടന്ന്. അപ്പൊ ഞാൻ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ കടന്നലൊക്കെ കുത്തുമ്പോ നമ്മള് അതിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വിടാണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നും കൂടി എല്ലാരോടും പറയാനാണ് സത്യം പറഞ്ഞ ഈ വീഡിയോ ചെയ്തത്. കാരണം ഒരു കടന്നൽ കുത്തിയിട്ട് ഇങ്ങനെ സംഭവിക്കാന്ന് ഞങ്ങൾക്കും ഭയങ്കര അത്ഭുതമായി പോവാണ്. ഒരു അസുഖമില്ലാണ്ട് നടക്കണ ഞാനാണ്, ഒരു കുഴപ്പമില്ലാണ്ട് നല്ലതായിട്ട് നടന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ കാണാത്ത, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദിവസത്തിലൂടെ ഞങ്ങള് ഒരു മരണ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമുക്ക് ബോധമൊക്കെ വന്ന് പിന്നെ അവര് ICUലേക്ക് കയറ്റി. ഒരു ദിവസം കംപ്ലീറ്റ് ICUലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ICU കയറ്റിയ പിന്നെ അവര് ഒരു ഈ ഒബ്സർവേഷന് വേണ്ടി വെച്ചതാണ്. ആള് ഓക്കെ ആയി വന്നു. പിന്നെ അങ്ങനെ ഒരു ദിവസം വാർഡിലും കിടന്നിട്ടാണ് നമ്മള് അങ്ങനെയാണ് തിരിച്ചിട്ട്. അപ്പൊ ഞാനതാ പറയുന്നത്, ഒരു കടന്നൽ കുത്തിയ ഇങ്ങനെയൊക്കെ ആവോ എന്നാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. അതന്നെ ഡോക്ടർമാരും പറയണത് തന്നെ, ഒരു കടന്നൽ കുത്തിയ എങ്ങനെയാവുക. അപ്പൊ അത് വിഷക്കടന്നലാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ചിലർക്കൊരു അലർജിയൊക്കെ ആയിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടും ഇത് വരാം. ചിലപ്പോൾ അത് കുത്തുന്ന സമയത്ത് ബോഡിയിൽ എത്തുമ്പോൾ അത് ഇൻഫെക്ഷൻ, ഒരു അലർജി, ആ രീതിയിലേക്കും ഇങ്ങനെ മരണം വരെ സംഭവിക്കാന്നാ പറയുന്നത്. ഇപ്പൊ ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കടന്നലൊക്കെ കുത്തുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷജന്തുക്കളെ കുത്തുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും, മക്കളെ ആയാലും വലിയവരായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത് നമ്മള്. പിന്നെ നിങ്ങളോട് എന്തായാലും അത് പറയണമല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ചെയ്ത് പറഞ്ഞത്. ഇപ്പൊ അമ്മ ഓക്കെയാണ്, ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞെങ്കിൽ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇവള് കരച്ചില് ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ വണ്ടി നമ്മള് അമ്മക്ക് ഇങ്ങനെ പറ്റിക്കഴിഞ്ഞിട്ട് അമ്മനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റണ്ട എനിക്ക്. അതാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് വണ്ടി എടുത്ത് പോയപ്പോ ഈ ഹസാർഡ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോയ, പക്ഷെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് ആളിലെല്ലാം പറഞ്ഞ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡ് കയറ്റുന്ന പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഈ വൺ വേ ഇപ്പുറത്തെ സൈഡില്ല, സൈഡിലേക്ക് കയറ്റിയിട്ടാണ് കുറച്ച് ചെറിയൊരു ഭാഗം പോയേ. എന്താണെന്ന് അറിയില്ല അത്. അപ്പൊ പക്ഷെ നേരത്തെ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ സത്യം പറഞ്ഞ. എങ്ങനെയായാലും അമ്മേന്റെ നമുക്ക് അതാണല്ലോ നേരത്ത്, എങ്ങനെ വണ്ടിയോടെ എത്തിയെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇതിലൂടെ കടന്നു പോയെ. പിന്നെ എന്തോ ഞങ്ങക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങക്ക് അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാ വന്നത്. പിന്നെന്താ പറയാ, ഹോസ്പിറ്റലില് ചെന്നിട്ടാണെങ്കിൽ പറയാനാണെങ്കിൽ ഞങ്ങളോടല്ലേ എല്ലാവരും, അത് ഹോസ്പിറ്റലിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു. സിസ്റ്റർമാരും എന്താ പറയാ അവിടുത്തെ ജോലിക്കാരും എല്ലാവരും എന്താ പറയാ എല്ലായിടത്തും മരുന്ന് ഞങ്ങള് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥനകളായിട്ടും പിന്നെ മരുന്ന് തരുന്ന സ്ഥലത്തായാലും എല്ലാത്തിനും ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ, ഞങ്ങള് അവിടെ പോയിട്ട് ഒരു ആളില്ലാത്തൊരവസ്ഥ. നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോ ഇല്ലേ ഒരാള് നമുക്ക് അറിയുന്നവരുണ്ടാവുമ്പോ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു വിഷമസന്ധിയിൽ നമ്മൾ ചെല്ലുമ്പോ നമുക്കൊരാള് സഹായത്തിന് ഉണ്ടാവുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള വിനീച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, വിനീച്ചി വിളിച്ച്. അപ്പൊ അങ്ങനെ അവിടുത്തെ നഴ്സുമാരും മരുന്ന് കൊടുക്കുന്ന സ്ഥലത്തെ ചേച്ചിമാരും എല്ലാവരും എന്താ പറയാ അവിടുത്തെ എല്ലാ ജോലിക്കാരൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാരും ഇറങ്ങുമ്പോ പറയും വിഷമിക്കണ്ട. അതെ, അത് കേൾക്കുമ്പോ നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അപ്പൊ അത് അവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടാ. സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ നമുക്കൊരു ഇതാണ് നമ്മുടെ സത്യം പറഞ്ഞ അല്ലെ നമ്മുടെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം കൂടിയാണ് അതൊക്കെ. ഇങ്ങനെയുള്ള നമ്മൾ എവിടെ പോയാലും നമ്മുടെ സ്വന്തം ഫാമിലിയെ പോലെ
ഫാമിലി തന്നെ. നമ്മളെ കരുതുന്നു എല്ലാവരും അങ്ങനെയാണ്. അതൊരു ഭയങ്കര ഇതായി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എല്ലാവരും ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, വേറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ സന്തോഷം ദൈവം പഴയ പോലെ തന്നെ. ഒരു കുഴപ്പമില്ല. ഇന്നത്തെ ഉറക്കം കൂടി കഴിയുമ്പോഴേക്കും പിന്നെ സനിത ഫുൾ ടൈം ഉണ്ടായിരുന്നു. സനിതയും അളിയനും അവര് അവിടെ നിന്ന് അവള് കരഞ്ഞ് നിലവിളിച്ച്. അപ്പൊ അവളെ എത്തനേക്ക് മുമ്പ് അളിയൻ വന്ന്. അളിയൻ അതിന് മുമ്പേ അവിടെ കണ്ണൂർ തന്നെ ഉണ്ടായ അളിയൻ വണ്ടി കൊടുക്കാൻ സർവീസ് കൊടുക്കാൻ വന്നതാണ് അളിയൻ. അളിയൻ അവിടെ നിന്ന് ഓടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ സനിത വരക്കും വന്നു. അവൾ അവിടെ നിന്ന് ശ്രീജേച്ചിനെയും കൂട്ടിയിട്ട് ഓട്ടോറിക്ഷം പിടിച്ച് അവള് വന്നു അവിടെ. അങ്ങനെ പിന്നെ അവളും ഒക്കെ ഞങ്ങളിപ്പോ ഡിസ്ചാർജ് ആയപ്പോൾ അവള് സബീലനൊക്കെ ഇപ്പൊ പോയത്. ഇപ്പൊ എല്ലാരും ഉണ്ടായ ആശുപത്രിയില് അളിയനും അവളൊക്കെ ഉണ്ടായി. അപ്പൊ എന്താ പറയാ, ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഒരു വിഷമസന്ധിയിലായിപ്പോയി. പക്ഷെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെയൊക്കെ ആയി കിട്ടി. എല്ലാ പ്രാർത്ഥനയും എല്ലാവരും പ്രാർത്ഥന. അതെ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. കടന്നൽ കുത്തിയാൽ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോവുക. വേണ്ട നടപടി എന്താന്ന് വെച്ചാൽ അതിന്റെ സ്വീകരിക്കണം. അതും കൂടി പറയാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഒരു ടാറ്റ പറ. എല്ലാവർക്കും ടാറ്റ, നന്ദി എന്റെ മോനെ എല്ലാവർക്കും. അപ്പൊ ടാറ്റ, ശരി എന്നാല് കേട്ടോ. മക്കളൊക്കെ ഉറങ്ങി. അപ്പൊ എന്നാ ഓക്കെ.